ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കൊച്ചടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ആ ഒരു ഫീലിംഗ് ആണല്ലോ നമ്മൾ കൊച്ചടുക്കള എന്ന് പറയുമ്പോൾ. ഞാനിപ്പോൾ കുറേ നാൾ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോൾ നാടൻ ഫുഡ് കഴിക്കാനുള്ളൊരു കൊതിയുണ്ട്. പിന്നെ നാട്ടിലെ കുക്കിങ്ങും നമ്മുടെ കൊച്ചടുക്കളയും ഒരു വലിയ സന്തോഷമാണ്, നൊസ്റ്റുമാണല്ലോ. അപ്പോൾ ഇന്ന് ലഞ്ച് മേക്കിംഗ് ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ലഞ്ചാണ് ഇന്ന്, അതായത് നാടൻ ലഞ്ചാണ്. ഇവിടെ കൂടുതൽ ലഞ്ച് എപ്പോഴും നാടൻ തന്നെയാണ്. അപ്പോൾ ഗൂർക്ക എന്ന് പറഞ്ഞ കാര്യം അറിയാലോ, ചൈനീസ് പൊട്ടറ്റോ കൂർക്ക എൻ്റെ ഫേവറേറ്റാണ്. ഇപ്പോൾ കിട്ടുന്നുണ്ട്. കൂർക്കയും ചിക്കനും കൂടി ചേർന്നിട്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണോ. അതിൻ്റെ കൂടെ മെഴുക്ക് വരട്ടിയെന്നോ അല്ലെങ്കിൽ ഉപ്പേരിയെന്നൊക്കെ പറയാം. ഓക്കെ. പിന്നെ ഒഴിക്കാനായിട്ടൊരു പുളിക്കറിയാണ് ഉണ്ടാക്കാം, പുളിങ്കറി. അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടൊരു പുളിങ്കറി. പിന്നെ ഞാൻ വിചാരിച്ചു ക്യാരറ്റ് കൊണ്ടൊരു മസാല ഉണ്ടാക്കാം, ഇങ്ങനത്തെ രണ്ടുമൂന്ന്. പിന്നെ ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന നെല്ലിക്കയുണ്ട്, നല്ല സീസൺഡായിട്ടിരിക്കുന്നത് ഉപ്പ് നെല്ലിക്ക. അത് വെച്ചിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാം, ഉപ്പ് നെല്ലിക്ക ചമ്മന്തി. ഇത്രയൊക്കെ പോരെ, ധാരാളം. അപ്പോൾ തുടങ്ങാം. പിന്നെ അതുപോലെ പച്ചക്കറികൾ, നമ്മളിപ്പോൾ എന്ത് കുക്കിംഗ് ചെയ്യുമ്പോൾ ആദ്യമേ കുറേ കാര്യങ്ങൾ കട്ടിങ് ആൻഡ് ചോപ്പിങ് എല്ലാം ചെയ്ത് വെച്ചിട്ട് അടുപ്പ് കത്തിച്ചാൽ കുറേ കാര്യങ്ങൾ ലാഭിക്കാം. നമ്മുടെ ഫാസ്റ്റാക്കാം കുക്കിംഗ് കുറച്ചുകൂടി. ഒരു പകുതിയെങ്കിലും നമ്മൾ ചെയ്ത് വെച്ച് തുടങ്ങാം. പിന്നെ ആ കുക്കിംഗ് ടൈം ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും ഒരുക്കാം. അപ്പോൾ വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഞാൻ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൽച്ചട്ടിയിൽ പച്ചക്കറികൾ വേവിക്കാൻ വയ്ക്കാം. പുളിങ്കറി അടുപ്പ് കത്തിക്കാം. തീപ്പെട്ടി, എത്ര നാളായി ഞാൻ തീപ്പെട്ടി ഉപയോഗിച്ചിട്ട്. ഓക്കെ, യെസ്, അത് മറ്റൊരു സന്തോഷം. ഓക്കെ, അന്ന് വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ പുളിങ്കറിക്ക് വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വയ്ക്കാം. എല്ലാ പച്ചക്കറികളും അരിഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് ഒരു സെറ്റ്. അത് കഴിഞ്ഞിട്ട് അതുപോലെ ക്യാരറ്റ് മസാലയ്ക്ക് വേണ്ടി നീളത്തിന് നമ്മൾ ഫിംഗർ ചിപ്സൊക്കെ ചെയ്യുന്ന പോലെ പൊട്ടറ്റോ അരിയില്ല, അതുമാതിരി ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 ക്യാരറ്റ് ഉണ്ട്. വെണ്ടയ്ക്ക ഒരുപാട് ചെറിയ പീസ് ആക്കണമെന്നില്ല, എങ്കിലും ഇങ്ങനെ ഒത്തിരി വലുതും വേണ്ട. ഒരു 5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് മാത്രമേ വെണ്ടയ്ക്ക അരിയാൻ പാടുള്ളൂ. വെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കട്ട് ചെയ്തിട്ട് കഴുകാൻ പാടില്ല. കുറച്ചുകൂടി പഴുത്ത മത്തനാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എനിക്ക് അത്ര പഴുത്ത മത്തനല്ല കിട്ടിയിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം പെട്ടെന്ന് വേകുന്ന കഷ്ണങ്ങളാണ്. ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ വേകും. ഞാനിപ്പോൾ നമ്മുടെ കൽച്ചട്ടിയിലാണ് ഇതെല്ലാം വേവിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുമ്പളങ്ങ അഥവാ തടിയങ്ക. ഇതിലേതെങ്കിലും ഒരു പച്ചക്കറി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ഇതിന് പോലെ വഴുതനങ്ങ പോലെയുള്ള വെജിറ്റബിൾസ് ഇട്ട് വേണമെങ്കിലും ചെയ്യാം. കത്തിരിക്ക, വഴുതനങ്ങ, അങ്ങനത്തെ. കൂർക്കയും ചിക്കനും കൂടിയുള്ള ഉപ്പേരിയെന്നോ മെഴുക്ക് വരട്ടിയെന്നോ എന്താണെങ്കിലും പറയാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ പീസസ് ചെറുതായിട്ട് കൂർക്ക കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ സ്ക്വയറോ അങ്ങനെ. ഇതിപ്പോൾ ബോൺലെസ് ആണ്. ബോണോട് കൂടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബോണിൽ നിന്ന് എടുത്ത് കഴിക്കണമല്ലോ, ഇച്ചിരി എല്ലാം കൂടി കിട്ടും. ഇതിപ്പോൾ ബോൺലെസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്താൽ മതി, ഒരുപാട് വലുത് വേണ്ട. ഇത് 1/2 kg ആണ് ടോട്ടൽ. ഏകദേശം ഒരു 1/2 കിലോ കൂർക്കയുണ്ട്. അതിങ്ങനെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്താണ്. ഇതിന് കഷ്ണങ്ങളായിട്ട് സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. ചിക്കൻ്റെ കൂടെ ഇടാനാണ്. ഇത് ഒന്നുകൂടി കഴുകാം കട്ട് ചെയ്തിട്ട്. വെജിറ്റബിൾസൊക്കെ ഏതാണ്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ പുളിങ്കറിക്ക് ആവശ്യമുള്ളത് ഞാൻ മത്തനും ഇളവനും വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിൽ, വാളൻ പുളി വെള്ളത്തിൽ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ട് കുതിരാനായിട്ട് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, അതും കൂടി ഒന്ന് റെഡി ആവട്ടെ. ഇവിടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ പുളി തന്നെ ഒന്ന് പിഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് ഈ പുളിവെള്ളം കൂടി ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് പുളിവെള്ളം എന്ന് തന്നെ പറയും. ആ പുളിവെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ പച്ചക്കറിയൊക്കെ വേവിക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വന്ന് പച്ചക്കറി ഇടട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി വേഗമാകുമ്പോഴെങ്കിലും പുളിവെള്ളം ഒഴിക്കാം. ഓക്കെ, വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇടണം. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിടും. വെണ്ടയ്ക്ക ഇച്ചിരി വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയിട്ടാണ് ചേർക്കേണ്ടത്. അപ്പോൾ വഴറ്റി തുടങ്ങും. ഒരല്പം വെളിച്ചെണ്ണ, അതിലേക്ക് വെണ്ടയ്ക്കയും കൂടി ചേർക്കാം.
ഇതൊരു സൈഡിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പുറത്തെ അടുപ്പ് നോക്കി, ഇവിടെ നോക്കിയേ വെള്ളം തിളയ്ക്കുന്നു. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസും കൂടി ചേർക്കാം. മത്തങ്ങ ആൻഡ് ഇളവൻ എല്ലാം കൂടി കിടന്ന് വേകട്ടെ. ഇതിലേക്കാണ് നമ്മൾ വഴറ്റിയ വെണ്ടയ്ക്കയും കൂടി ചേർക്കുന്നത്. കുറച്ച് ഇത് ഏതാണ്ടൊക്കെ വെന്ത് പകുതിയാകുമ്പോൾ ചേർത്താൽ മതി. വെണ്ടയ്ക്ക അത്യാവശ്യം വഴണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് ഏകദേശം വേകാറാകുമ്പോൾ ബാക്കി പച്ചക്കറികൾ ഏതാണ്ട് പകുതി കൂടുതൽ 1/4 ഭാഗം വെന്തിട്ട് ഇത് ചേർത്താൽ മതി. ഇവിടെ ഇപ്പോഴത്തെ അടുപ്പിൽ ഇത് തിളച്ച് മറിയുന്നു നമ്മുടെ മത്തങ്ങ ആൻഡ് ഇളവൻ, അതായത് കുമ്പളങ്ങ. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അത് കൂടാണ്ട് നോക്കിക്കോളൂ, പുളിവെള്ളം ഒഴിക്കാൻ പോണു. ഇത് പുളിങ്കറിയാണ്, അപ്പോൾ പിന്നെ പുളിവെള്ളം നിർബന്ധമാണല്ലോ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. വെണ്ടയ്ക്കയും കൂടി ചേർക്കുന്നു, ചെറുതായിട്ടൊന്ന് വറുത്തതാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും തന്നെ ഇങ്ങനെ സ്ലൈമി ആവില്ല. 2 ടീസ്പൂൺ അരിയുണ്ട്, അതുപോലെ ഒരു 2 ടീസ്പൂൺ ഉഴുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് കാര്യങ്ങൾ വറുക്കണം. കുറച്ച് തേങ്ങ എല്ലാം കൂടി ചേർത്തിട്ട് വറുക്കാം. ആദ്യം ഒരു 2 ടീസ്പൂൺ അരി, ഇതിപ്പോൾ പച്ചരിയാണ്. പിന്നെ അതുപോലെ ഒരു 2 ടീസ്പൂൺ മുഴുവൻ ഉഴുന്നും കൂടി, ഉഴുന്ന് പരിപ്പായാലും മതി, ഇത് സ്കിന്ന് മാറ്റിയ ഉഴുന്നാണ്. ഓക്കെ, ആദ്യം ഇതൊന്ന് വറുക്കാം. ഇതിപ്പോൾ ഡ്രൈ റോസ്റ്റിംഗ് ആണ്, ഞാൻ എണ്ണ ചേർത്തിട്ടല്ല വറുക്കുന്നത്, അല്ലാണ്ട്. അരിയുടെ ഉഴുന്നിൻ്റെയൊക്കെ നിറം മാറി തുടങ്ങി. ഇനി ഈ ഒരു സ്റ്റേജിൽ തേങ്ങ, ഇതൊരു 1/2 കപ്പ് തേങ്ങയുണ്ട് ചിരകിയത്. 1/2 മുതൽ 1/4 കപ്പ് വരെ ആകാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഒരുപാട് ബ്രൗണൊന്നും ആവണമെന്നില്ല, ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങിയാൽ മതി. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ഏകദേശം ഒരു എരിവിനനുസരിച്ചിട്ടാണ്. 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി ഓൾറെഡി വെജിറ്റബിൾസിൻ്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ വെള്ളത്തിൽ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒന്ന് തണുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊണ്ടുവരാം. ഇങ്ങനത്തെ ചട്ടിയെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാകമായി കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്തിട്ട് അതിൽ തന്നെ ഇടാൻ പാടില്ല. ഇതിനൊരു ചൂടുണ്ട്, ആ ചൂട് കൊണ്ട് വീണ്ടും കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി വേറെ പ്ലേറ്റിലേക്ക് മാറ്റണം. ഇത് നമ്മുടെ ഗൂർക്ക വിത്ത് ചിക്കൻ മെഴുക്ക് വരട്ടി അഥവാ ഉപ്പേരി. ഓക്കെ, അതിനെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതാണ് നല്ലത്, അപ്പോൾ ചതച്ചെടുക്കാം. പേസ്റ്റ് അങ്ങനെ ചതച്ചെടുക്കാം. ആ ഇഞ്ചി ചതക്കുമ്പോൾ എന്തൊരു മണമാണ്. നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര രസമാണ്. നല്ല സ്പൈസസാണ്, നല്ല മണവും ആരോഗ്യത്തിന് ഗുണവും വയറിനൊക്കെ എന്താ നല്ല അറിയോ, ഗാർലിക്ക്, ജിഞ്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ദാറ്റ് ഈസ് ഓൾസോ റെഡി. ഇനി ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ പുളിങ്കറിയുടെ വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. അരപ്പും റെഡി, അരച്ച് നോക്കിയാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആകും. അതാണ് ആ വെന്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന. അരപ്പ് നോക്കിയേ നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. ഓക്കെ, പേസ്റ്റ്. ഇനി ബാക്കിയിൽ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സിയുടെ ബൗളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ചേർക്കാം. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഇനി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി വേണ്ടി വരും, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇച്ചിരി ശർക്കര ചേർക്കാം. ഇതിപ്പോൾ 1 ടീസ്പൂണോളം ശർക്കര പൊട്ടിച്ചിട്ടാലും മതി. ഓക്കെ, അപ്പോൾ പുളി ഒന്ന് ബാലൻസ് ചെയ്യും. പുളിയും എരിവ് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഒന്നുമില്ല, ജസ്റ്റ് താളിക്കൽ ജോലി മാത്രം. പിന്നെ ഇതിനൊരു ചെറിയൊരു കൊഴുപ്പ് കിട്ടും. കാര്യം നമ്മൾ തേങ്ങ വറുത്ത കൂട്ടത്തിൽ കുറച്ച് അരിയും ഉഴുന്നും കൂടി ചേർത്തിട്ടല്ലേ വറുത്തരച്ചത്, അപ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പ് എന്തായാലും ഉണ്ടാകും. ഓക്കെ, ഇനി താളിച്ചിടാം. അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചിടാം. 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ മാക്സിമം മതിയാകും. 1/2 ടീസ്പൂൺ കടുക്,
ഒരു 3-4 കൊച്ചുള്ളി നീളത്തിനരിഞ്ഞ് അല്ലെങ്കിൽ വട്ടത്തിനരിഞ്ഞ് അതും കൂടി ചേർത്ത് താളിച്ചാൽ കുറച്ചുകൂടി സ്വാദുണ്ടാവും എന്നാണ് എനിക്ക് തോന്നാറ്. ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറട്ടെ, ചെറുതായിട്ട് മൂത്ത് തുടങ്ങണം. ഇനി വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. 4 എണ്ണം ഉണ്ട്. കറിവേപ്പില. നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് ഗോൾഡൻ ആയി കഴിഞ്ഞു. അങ്ങനെ ആകണം, അതാണ് അതിൻ്റെ ഒരു മണം. ഇപ്പം എന്ത് മണം അറിയോ? ഇവിടെ നിൽക്കാൻ വയ്യാത്ത മണം, വയ്യാത്തൊരു മണം. ഇനി ഇത് നേരെ കറിയിലേക്ക് ഒഴിക്കാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതിൻ്റെ മേളിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്ന കാണാൻ. ചൂടിലിങ്ങനെ ഇതിലിങ്ങനെ തിളച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് ഇളക്കി ഇങ്ങനെ ആക്കി എടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ പുളിങ്കറി ഈസ് റെഡി. അടിപൊളിയാണ് ടേസ്റ്റ് വൈസ്. ഇച്ചിരി ഒന്ന് ഉപ്പ് നോക്കിക്കോട്ടെ. ആഹാ, പെർഫെക്റ്റ്. പുളിയൊക്കെ അത്തരം ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. എരിവ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് അത്യാവശ്യം ആവറേജ് എരിവുണ്ടാവും. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ, പിരിയ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തത്, 3/4 ടേബിൾ സ്പൂൺ. കുറച്ചുകൂടി എരിവ് കിട്ടും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കറി ഉണ്ടാക്കട്ടെ. ആദ്യം നമുക്ക് കുറച്ച് ചിക്കൻ എല്ലാം കൂടി ഒന്നിച്ച് വേഗാനിട്ട് വയ്ക്കാം. ഇത് ഗൂർക്ക ചിക്കൻ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഉപ്പേരി എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാമല്ലോ. സോ 1/2 kg ചിക്കൻ, അതോടൊപ്പം തന്നെ ഗൂർക്ക 1 കിലോ. ഇതിലേക്ക് ഒരു 2 വലിയ പച്ചമുളകായിരുന്നു, 2 എണ്ണം. ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം ആകാം. ഇനി ഓരോ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും അതും കൂടി ചേർക്കുന്നു. ഇഞ്ചി ചതച്ചത് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. കുരുമുളക് പൊടി. ഇനി ഇച്ചിരി ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കുക. ഒരു ഇച്ചിരി വെള്ളം, ഇതിപ്പോൾ എന്തായാലും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും, അത് നോക്കിയിട്ട് വേകാൻ ആവശ്യമുള്ള വെള്ളം വെന്ത് വറ്റി കിട്ടണം, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, വേണമെങ്കിൽ ഇപ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും. അടുപ്പ് കത്തിക്കട്ടെ. പാത്രം അടച്ചിട്ടിട്ടാണ് വേവിക്കേണ്ടത്. അടച്ചിടട്ടെ. ഇനി അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് നോക്കട്ടെ. വെള്ളം ഇറങ്ങുന്ന പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി എന്തായാലും ഒഴിക്കേണ്ടി വരും. ചിക്കനിൽ അധികം വെള്ളം ഇറങ്ങാനില്ല, സോ കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചട്ടിയിലും കൂടി ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് പിടിക്കും, ചട്ടി കുറേ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ എന്താണെന്ന് നോക്കുക. ഉണ്ടാക്കുന്ന പാത്രവും വളരെ പ്രധാനമാണ്. ഇത് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേകണം, അതിനാവശ്യമുള്ള വെള്ളം ഉണ്ടാകണം. എന്നിട്ട് പറ്റി കിട്ടും. ഈ വെള്ളം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. യെസ്, അടച്ചിട്ടെ. ചിക്കൻ്റെ പീസസൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗൂർക്കയ്ക്ക് നല്ല വേഗമുള്ള കാര്യമാണ്, അതും കൂടി വേഗണമല്ലോ. അപ്പോൾ ഇതിൽ നല്ല പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവും എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. ചിക്കൻ ആൻഡ് ഗൂർക്ക ഈസ് ഗെറ്റിംഗ് റെഡി. ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഇതിലിപ്പോൾ ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി ഗൂർക്കയുടെ വേവ് മാത്രം നോക്കിയാൽ മതി. അതും ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. ഇനി കുഴപ്പമില്ല, ഈ വെള്ളം വറ്റുന്ന വരെ മാത്രം. ഇനി കുഴപ്പമില്ല, ഇങ്ങനെ കിടക്കട്ടെ. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. യെസ്, തുറന്നിടാം. അപ്പോൾ ചിക്കൻ എന്തായാലും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ചിക്കൻ ആൻഡ് ഗൂർക്ക. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി ഏതാണ്ട് റെഡി ആയിട്ടിരിക്കുവാണ്. കുഴഞ്ഞൊന്നും പോവില്ല, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അതേ 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കും. അപ്പോൾ നല്ല മണമായിരിക്കും. ഇനി വറ്റൽ മുളക് 4 5 എത്രയാണെങ്കിലും ചേർക്കാം. ഈ ഒന്ന് കുറയ്ക്കട്ടെ. ഇനി കുറച്ച് കറിവേപ്പില എക്സ്ട്രാ. ഇനി ഇതിലേക്ക് കൊച്ചുള്ളി ഒരു 1/2 കപ്പോളം, അതിനോടൊപ്പം 2 സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. ഇത് ഇങ്ങനെ ആകാം, അല്ലെങ്കിൽ കൊച്ചുള്ളിയുടെ അളവ് കൂട്ടാം. 1 കപ്പ് കൊച്ചുള്ളിയും 1 കപ്പ് 1 സവാള എന്നുള്ള അളവിനും ആകാം. അതായിരിക്കും കൂടുതൽ സ്വാദ്. പക്ഷെ എന്നാൽ നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സവാളയൊക്കെ വാടി, കൊച്ചുള്ളി വാടി, നിറമൊക്കെ മാറാൻ തുടങ്ങുന്നു. അതായിട്ടില്ല. അതെ, 1 പച്ചമുളകും കൂടി എക്സ്ട്രാ ഞാൻ ചേർക്കാണ്. സ്ലൈസ്ഡ്, അങ്ങനെ ചരിച്ച് വെട്ടിയതാണ്.
ഒരുപാട് എരിവില്ല ആക്ച്വലി പറഞ്ഞാൽ 2 പച്ചമുളകല്ലേ ഞാൻ ചേർത്തിട്ടുള്ളൂ കൂർക്കയുടെ കൂടെ ചിക്കനൊക്കെ വേവിച്ചപ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി എക്സ്ട്രാ ചേർക്കണം. 1/2 ടീസ്പൂണാണ് അവിടെ ചേർത്തത്. ഇതിന് എക്സ്ട്രാ ചേർക്കേണ്ടി വരും. ഇച്ചിരി കൂടി ഒന്ന് കളർ മാറാൻ തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് വലിച്ചൊരു ഉപ്പും കൂടി ചേർക്കാം. കൂർക്കയും ചിക്കനും കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചെങ്കിലും ഇതിലേക്ക് ഒരല്പം ഉപ്പ്. ഇപ്പോൾ കളറെല്ലാം മാറാൻ തുടങ്ങുന്ന സ്റ്റേജിലേക്കായി കൂർക്കയുടെ പീസും ചിക്കനും കൂടി ചേർക്കാം. ഇനി ഇതിലടന്നിട്ട് നന്നായിട്ട് വഴണ്ട സെറ്റായി വരും. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിരുന്നു. ഒരു 5 ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. 4 മുതൽ 5. ഇനി കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കും. ഇനി ഒരു പ്രധാന കാര്യം കൂടി ചേർക്കാനുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ക്രഷ്ഡ് ചില്ലീസ്, പച്ചമുളകിൻ്റെ തൈ. ഇത് എരിവിനനുസരിച്ചിട്ട് ചേർത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ചേർത്തു. നോക്കിയിട്ട് 1 ടീസ്പൂൺ കൂടി ചേർക്കും. പിന്നെ വേണമെങ്കിൽ പിന്നെയും ചേർക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല, എത്ര വേണമെങ്കിലും ആകാം. എന്തായാലും 1 ടീസ്പൂൺ കൂടി ചേർക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ 1 ടേബിൾ സ്പൂൺ ആയി എന്ന് പറയാം. എല്ലാം കൂടി കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ കൂർക്ക ചിക്കൻ മെഴുക്ക് വരട്ടി, അല്ലെങ്കിൽ കൂർക്ക ചിക്കൻ ഉപ്പേരി. സ്പൈസി ആയിട്ടും ചെയ്യാം, മോഡറേറ്റ് ആയിട്ടും ചെയ്യാം, വളരെ സ്പൈസ് കുറച്ചും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ഉപ്പൊക്കെ നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേജിലും ചേർത്ത് കൊടുക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ ക്യാരറ്റ് വറുത്ത് പോലെ, ഇതൊരു ക്യാരറ്റ് മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോകും. ക്യാരറ്റിനെ വറുത്ത് കോരും, കുറേശ്ശായിട്ട് വറുക്കാം. എണ്ണ ചൂടായി നമ്മൾ പൊട്ടറ്റോ ഒക്കെ വറുക്കുന്ന പോലെ ഇങ്ങനെ വറുത്തെടുക്കാം ക്യാരറ്റ്സ്. അങ്ങനെ ഫസ്റ്റ് ലോട്ട് റെഡി ആയി കഴിഞ്ഞു. ആദ്യം ഇട്ടത് ഒരുപാട് ബ്രൗണൊന്നും വേണ്ട കേട്ടോ, അത് ചെറുതായിട്ടൊന്ന് മൂത്ത് നോക്കിയാൽ ഒന്ന് വെന്ത് മൂത്ത് തുടങ്ങുന്നു. ഇത് മതി. ഇനി ബാക്കിയിരിക്കുന്ന ക്യാരറ്റ്സും കൂടി ചേർക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിങ്ങനെ വറുത്തെടുക്കുന്നത്. സെക്കൻഡ് ലോട്ട് ഈസ് ഓൾസോ റെഡി. അപ്പോൾ ക്യാരറ്റ്സ് ഇതിനെ 2 വലിയ ക്യാരറ്റാണ് എടുത്തത്. വറുത്തൊക്കെ വന്നപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു കാര്യം കൂടി ചേർക്കാൻ പോണു. ഇത് ഓപ്ഷണലാണ്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് കട്ട് ചെയ്ത പോലെ. അതും കൂടി വറുത്തെടുക്കാം. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആയിരുന്നു. ഇറ്റ്സ് ഗുഡ്. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവട്ടെ, ക്യാരറ്റ് ആൻഡ് പൊട്ടറ്റോ. നിർബന്ധമില്ല, ഇപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആകാം. ഇതും ഇതുപോലെ ഒന്ന് വറുത്ത് പോരാം. ക്യാരറ്റിനെക്കാട്ടിലും കൂടുതൽ ഞാനിത് മൊരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. ഉരുളക്കിഴങ്ങ് ചൂടെ ക്രിസ്പി ആക്കിയിട്ടുണ്ട്. ഏകദേശമായി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഈസ് ഓൾസോ റെഡി. ഞാനിത് ക്യാരറ്റിൻ്റെ മുകളിലേക്ക് തന്നെ എടുക്കുകയാണ്. ഇത് ഒരേ സമയം എല്ലാ കാര്യങ്ങളും നടക്കും, സമയമൊന്നും വേസ്റ്റ് ആകുന്നില്ല. ഓക്കെ, കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് നമ്മൾ ക്യാരറ്റ് പൊട്ടറ്റോ മസാല ഉണ്ടാക്കാം. ഇതിലേക്ക് ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പൊട്ടട്ടെ. ഇനി ഒരു സവാള, 2 മീഡിയം സവാള. നല്ല മണം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. ഇതിപ്പോൾ ഒരു വലിയ ടൊമാറ്റോയും ഒരു ചെറിയ ടൊമാറ്റോയും കൂടി ഇങ്ങനെ പീസസ് ആക്കി ക്യാരറ്റ് മസാലയ്ക്ക് വേണ്ടി ഈ ഒരു സ്റ്റേജിൽ ഒരു ഉള്ളിയൊക്കെ വാടി ഒന്ന് കുഴഞ്ഞ് ഇനി ഇതെന്താ പറയുക മൂക്കാൻ തുടങ്ങുന്ന സ്റ്റേജ്.
ഇതിപ്പോൾ 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പേസ്റ്റ്. അതുപോലെ ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ചേർക്കാം. അതുപോലെ നിറച്ചെടുക്കുക. അങ്ങനെ 1 ടീസ്പൂൺ ഹീപ്ഡ് ടീസ്പൂൺ ജിഞ്ചർ ആൻഡ് 1 ഹീപ്ഡ് ടീസ്പൂൺ ഗാർലിക് 2 ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി ചതച്ച് ചേർത്താലും മതി. ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അങ്ങനെ ചേർക്കും. ഇതിപ്പോൾ പേസ്റ്റ് ആയതുകൊണ്ട് നിറച്ച് 1 ടീസ്പൂൺ എടുക്കും. ഇനി അതും കൂടി മൂക്കട്ടെ. ഒന്നിച്ച് കിടന്ന് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ച എണ്ണ നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ വറുത്ത എണ്ണയില്ല, ആ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരും. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മുളകിൻ്റെ പൊടി. പെട്ടെന്ന് തന്നെ മൂത്ത് കഴിഞ്ഞു പൊടികളൊക്കെ. അരച്ച ടൊമാറ്റോ, ഇനി എണ്ണ തെളിയുന്നവരെ ഇങ്ങനെ വഴറ്റും. കിടക്കട്ടെ. ഉപ്പൊക്കെ നോക്കട്ടെ. 1 മിനിറ്റ്. കുറച്ച് ഉപ്പും കൂടി ആകാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആകും. ഗരം മസാലയുടെ പൊടി 1/2 ടീസ്പൂൺ. 1/4 മുതൽ 1/2 ടീസ്പൂൺ ആകാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കാം. അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ക്യാരറ്റ് ആൻഡ് പൊട്ടറ്റോ ഇതിപ്പോൾ ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റാണ് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടെങ്കിൽ. വിച്ച് വിൽ ബി വെരി നൈസ്. ഇനി വെള്ളം ഒഴിക്കുന്നതൊക്കെ തിളപ്പിച്ച വെള്ളം കേട്ടോ, എക്സ്ട്രാ ഒഴിക്കുന്നത്. വെറുതെ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. അല്പം കൂടെ ഗ്രേവി വേണം, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി ഇത്ര മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ആകാം. കുറച്ച് മല്ലിയിലയും കൂടി വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളോടുകൂടി ചെയ്യാം. ഫ്രഷ് കറിവേപ്പില അഗെയിൻ. ഇനി തീ ഒന്ന് കുറയ്ക്കാം. എല്ലാം കൂടി ഒന്ന് സെറ്റാകട്ടെ. ചെറിയ തീയിലൊരു 5 മിനിറ്റ് കിടക്കട്ടെ. ആഹാ, നല്ല ഒന്നാം തരം ക്യാരറ്റ് ആൻഡ് പൊട്ടറ്റോ മസാല. ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തി, പൂരി, എന്ത് കാര്യം, ഈവൻ ദോശയ്ക്ക് വരെ ബെസ്റ്റായിരിക്കും. റൈസിന് ഇതിലേത് കറിയാണെങ്കിലും ആ കറി മാത്രം കൊണ്ടും വേണമെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ, പലതരം. നൈസ്. ഉപ്പൊക്കെ ഉണ്ട്, എല്ലാ ആവശ്യത്തിനുണ്ട്, പാകം. ഇപ്പോൾ ചെറിയ തേയിലൊന്ന് കിടക്കട്ടെ. ചെറിയ തേയില കിടന്നിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ വീണ്ടും ആഹാ, നല്ല കുഴമ്പ് പാകത്തിൽ സെറ്റായിട്ട് മതി. ഓഫ് ചെയ്യാം. ഇരുമ്പിൻ്റെ ചട്ടിയും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഗുണവും കൂടി കിട്ടും. ഓക്കെ, എത്ര രസമാണെന്ന്. സോ യമ്മി. പ്യുവർ വെജ് ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര നല്ലൊരു കറിയായിരിക്കും. ഇവിടെ നോക്കിയാൽ നമ്മുടെ ചിക്കൻ ആൻഡ് കുർക്ക നല്ല തോർന്ന് നന്നായിട്ട് ആവശ്യത്തിന് ഫ്രൈ ആയി, ഉള്ളിയൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയി സെറ്റായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്തിട്ടിരിക്കുവാണ്. ഇതും റെഡി. അപ്പോൾ ഇനി ചമ്മന്തിയും കൂടെ അരച്ചാൽ മതി. ഇത് ഉപ്പ് മാങ്ങ പോലെ ഉപ്പ് നെല്ലിക്ക നല്ല ഒരുപാട് ദിവസം പഴക്കമുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും ആവശ്യത്തിന് എടുക്കാം. കാന്താരി മുളകും എല്ലാം ഇട്ടിട്ടാണ് ഇട്ടുന്നത്. അതിൻ്റെ കാന്താരിയും കൂടി എടുക്കട്ടെ. അത്യാവശ്യം എരിവൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. ഇതിപ്പോൾ 1 കപ്പ് തേങ്ങ ചെറുകിയതും, ഒരു 4-5 ചെറുതാണ്, അതുകൊണ്ട് 5-6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ 3 നെല്ലിക്ക, അതിൻ്റെ കാന്താരി. ഇനി കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് ഏതായാലും കുഴപ്പമില്ല. അതിനകത്തേക്ക് ഒരു വലിയ പച്ചമുളക്, എത്രയുണ്ട് മുറിച്ച് വയ്ക്കാം. പ്ലസ് ഒരല്പം മുളക് പൊടി. ഓക്കെ, ഒരു 1/2 ടീസ്പൂണിനകത്ത് അത്ര മതി. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നെല്ലിക്കയിൽ ഇച്ചിരി ഒരു ചെറിയ പുളിയും ഉപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് മതി. ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് മതി.
ഇനി നെല്ലിക്കയുടെ പുളി പോരാന്നുണ്ടെങ്കിൽ ഒരല്പം പുളിയും കൂടി ചേർക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ വേണ്ടി വരില്ല. ആ നെല്ലിക്കയുടെ ടേസ്റ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതിനെ ഇളക്കിയിട്ട്, ഓ അത്ര സോഫ്റ്റാണ്, തൊട്ടാൽ മതി ഇളകി വരും. നല്ലിരിക്കുകയാണ്, നല്ല എന്താ പറയുക, കുറേ നാൾ മുമ്പ് ഉപ്പിട്ട് വെച്ചാൽ. ഇതെല്ലാം കൂടി മിക്സിയുടെ ബൗളിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കും. മിക്സിയുടെ ബൗളിലേക്കെല്ലാം മാറ്റാം. ഇതാണ് ഉപ്പ് നെല്ലിക്ക ചമ്മന്തി. ഇനി നന്നായിട്ടൊന്ന് മിക്സി ഒന്ന് ഇങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം. യെസ്, ചമ്മന്തി ഈസ് റെഡി. ഇച്ചിരി മുളക് പൊടി ഇട്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കളർ കിട്ടാനാണ്, ഒരു ചെറിയ ബേജ് കളർ പോലെ, അല്ലെങ്കിൽ പ്യോർ വൈറ്റ് ആയി പോവും. പച്ചമുളക് മാത്രമാണെങ്കിൽ ദിസ് ഈസ് ഗുഡ്. ഇങ്ങനെ അരഞ്ഞ രീതിയിൽ ആവണം, ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകം. യാ റെഡി. ഇച്ചിരി കൂടുതലുണ്ട് ചമ്മന്തി. യെസ്, യാ ചമ്മന്തി ഈസ് ഓൾസോ റെഡി. ഉരുട്ടിയെടുത്തു. ഉപ്പുമാങ്ങ ചമ്മന്തി പോലെ തന്നെ ഇരിക്കട്ടോ. ഇതിനകത്ത് കുറച്ച് ബാക്കിയുണ്ട്. ഇതിന് ചോറിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ ആഹാ. ഉപ്പ് നെല്ലിക്ക ചമ്മന്തി ഈസ് ഈക്വലൻ ടു ഉപ്പുമാങ്ങ ചമ്മന്തി. ഗംഭീരമാണ്. അപ്പോൾ നെല്ലിക്ക സീസൺ ആകുമ്പോൾ ഉപ്പിട്ട് വയ്ക്കാം. കുറച്ച് കാന്താരിയൊക്കെ പൊട്ടിച്ച് ആവശ്യാനുസരണം എടുത്ത് നമുക്ക് 1 വർഷം മുഴുവൻ ചമ്മന്തി അരയ്ക്കാം. ഇനി ഡൈനിങ് ഏരിയയിലേക്ക് എല്ലാം കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് കാണാം. സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇവിടെ വെച്ച് വിളമ്പി വെക്കണമല്ലോ. ഗൂർഖ ആൻഡ് ചിക്കൻ. ചില ദിവസമൊന്നും അങ്ങനെ സ്റ്റീൽ പാത്രത്തിലേക്ക് വരും. ഇന്നിപ്പോൾ എനിക്കിരിക്കേണ്ട ഒരു മൂടാണ് ഈ പാത്രങ്ങളിൽ വെക്കാതെ. പക്ഷേ ഇത് നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ. നമ്മുടെ പുളിങ്കറി, കൽ ചട്ടി, പിന്നെ അതെ പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റ് മസാല, ചമ്മന്തി എല്ലാം സെറ്റാണ്. ഇനി പ്ലേറ്റും കൂടി എടുത്തിട്ട് ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചാൽ ഇവിടെ ഉള്ള കാര്യം തന്നെയാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നോക്കിയേ, വാള മീൻ പുളിയിട്ടത് അതുണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് വാള എല്ലാവരും കഴിക്കുന്നില്ല. അനുകുട്ടിക്കൊന്നും വാള ഇഷ്ടമല്ല, കൂടുതലിഷ്ടം ചിക്കനാണ്. ഓക്കെ, കൊതിയാവുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യാത്തത്. നേരത്തെ ചെയ്ത് വെച്ചതാണ്. നല്ല വലിയ വാള കിട്ടിയിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതാണ് സതീഷ് കോവളം. അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫ് എന്നെ ക്ലീൻ ചെയ്തൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ അത് കറി ആൻഡ് ഫ്രൈ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഫ്രൈ ചെയ്യാനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നല്ല പുളി വെച്ചത്, നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ഫ്ലഷിയാണ്. ഇത് നമ്മുടെ ചുണ്ണാമ്പ് വാള തന്നെയാണ്. സോ നൈസ്. ഇത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് കാരണം അതിങ്ങനെ നല്ല പിടിച്ചിരിക്കുകയാണ്, ചാറൊക്കെ ഇങ്ങനെ. ഓ മൈ ഗോഡ്, ഇതും കഴിക്കാം. ഇതാരാ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഉടുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ എൻ്റെ ചുറ്റും കിടന്ന് കറക്കാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല, ഈ ഡോർ അടച്ചിരിക്കുക. അമ്മയുടെ കൂടെ കളിച്ചുകൊണ്ട് നടക്കുക. ഇതിപ്പോൾ ചോറിനെക്കാട്ടി കൂടുതൽ കറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരു സൈഡിലായിട്ട് ചോറ് വയ്ക്കാം. ചിക്കൻ ആൻഡ് ഗൂർഖ തോരൻ. ഓ മോനെ, നോക്ക് മോനെ, അമ്മമ്മ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്. യെസ്, ക്യാരറ്റ് മസാല. ഇതൊക്കെ കുറച്ച് മതി, ഇത്രയും കഴിക്കുമ്പോൾ. ഇത്രയും ചോറിന് ഇതൊന്നും ആവശ്യമില്ല. ഞാൻ എന്നാലൊരു സീൻ ബ്യൂട്ടിക്ക് വേണ്ടി കൂടുതൽ വയ്ക്കുന്നതേ ഉള്ളൂ. യെസ്, എല്ലാം റെഡി. ഓക്കെ പുളിങ്കറി ഇങ്ങനെ ഒരു കൊഴുത്ത് വന്നിട്ടുണ്ട്. അതിരിക്കും തോറും ഇങ്ങനെ നല്ലതായിട്ട് വരും. വെണ്ടയ്ക്ക വഴറ്റിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ സ്ലൈമി ആവില്ല. യെസ്, ഓൾ സെറ്റ് ടു ഗോ. ഇനി ഇതിന് ആക്ച്വലി മീൻ കറിയുടെ ആവശ്യമില്ല. മീൻ കപ്പയുടെ കൂടെ കഴിക്കാം. ഈ മീൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒട്ടും തന്നെ കേടാവില്ല. പിറ്റേ ദിവസത്തേക്കാണ് നല്ലത്. കുടുംബോള് കറങ്ങി അമ്മാമ്മയുടെ അടുത്തെത്തി. കുടുംബോളുടെ സീറ്റിലിരിക്കുന്നു. ടേസ്റ്റിംഗ് റൗണ്ടിൽ വന്നിരിക്കുവാണ്. ഹലോ, ടേസ്റ്റ് ചെയ്യാണോ മോനെ? ടേസ്റ്റ് ചെയ്യാം, അമ്മമ്മയുടെ കൂടെ ടേസ്റ്റ് ചെയ്യാം. മോൻ ഉച്ചരെ തരട്ടെ അമ്മമ്മ, ഒരല്പം തരട്ടെ. ടേസ്റ്റിംഗ് എന്നാ കുഞ്ഞ. ഹായ്. ചവച്ച പുഴുവാണ് ഇന്നത്തെ ടേസ്റ്റ്.
ആയി കൊള്ളാമോ കുഞ്ഞു, കൊള്ളാമോ? അയ്യോട്ടാ, എരിവൊന്നും ഞാൻ കൊടുത്തില്ല, അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിൽ നിന്നാണ് കൊടുത്തത്. യാ അയ്യോ, ഇത് കുറച്ച് എരിവുണ്ട്. യെസ്, റൈസ്. ഈ വെള്ളം തരണോ മുന്നോ? വെള്ളം, ചോറ്. ഓക്കെ ഓക്കെ. അമ്മ കൊടുത്ത ചോറൊക്കെ. ഓ, വലിയ ആളായി പോയി, പിടിച്ചൊക്കെ കുടിക്കാറായി ഉടുക്കുട്ടി. അല്ല, ഓരോ കറിയാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചാലാണ് അതിൻ്റെ ഒരു, അത് അങ്ങനെ മാത്രം വേണമെങ്കിലും കഴിക്കാം. ഞാൻ ആദ്യത്തെ നമ്മുടെ പുളിങ്കറി, ഒരല്പം പുളിങ്കറി മാത്രം ചേർത്ത് കഴിക്കാം. പുളിങ്കറി മാത്രം മതി ഇത് കഴിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ദാറ്റ് ഇസ് വൺ ഓപ്ഷൻ. അതിൻ്റെ കൂടെ ചിക്കൻ മെഴുക്ക് വരട്ടി വിത്ത് കൂർക്ക. ആഹാ, കൂർക്ക എൻ്റെ ഫേവറേറ്റാണ്. ചിക്കനാകുമ്പോൾ എങ്ങനെയുണ്ടാവും? ആൻഡ് the carrot, ക്യാരറ്റ് മസാല, ക്യാരറ്റ് ആൻഡ് പൊട്ടറ്റോ. ഇനി ഇതുകൊണ്ട് മാത്രം വേണമെങ്കിൽ നമുക്ക് ചോറിനാം. കുഴമ്പ് പോലെയായി. എന്തിനാണ് നോൺ വെജ് എന്ന് ഞാനിതെല്ലാം കഴിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട്. ചിക്കനും ആവശ്യമില്ലായിരുന്നു. ഇനി നമ്മുടെ ചമ്മന്തി മാത്രം. ഇവിടെ ഒരാൾ പപ്പടം കഴിച്ചോളൂ. ചമ്മന്തി വിത്ത് ചമ്മന്തി, അതിൻ്റെ മാത്രം ടേസ്റ്റ് അറിയാം. ഓ, അത് മാത്രം മതി മോനെ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വലുതാകുമ്പോൾ ഇതെല്ലാം കഴിക്കാം. ഓക്കെ, ഇനി ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 കറിയായിട്ട് മാത്രം ചെയ്യാം. ഏതെങ്കിലും ഒരു മെനുവിൽ നിങ്ങളുടെ വീട്ടിൽ ലഞ്ച് ഉണ്ടാക്കുമ്പോൾ ഒരു ക്യാരറ്റ് മസാല ഉണ്ടാക്കാം, 1 സൈഡ് ഡിഷ്. അല്ലെങ്കിൽ ഒരു പുളിങ്കറി ഉണ്ടാക്കാം, പുളിങ്കറി വിത്ത് ചമ്മന്തി. അപ്പോൾ ഉപ്പുമാങ്ങ, ഞാൻ പറഞ്ഞത് ഉപ്പുമാങ്ങ പോലെയാണ് ഈ ഉപ്പുനെല്ലിക്കയും. ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വർഷം മുഴുവൻ ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കമൻറ്റ് ബോക്സിലേക്ക് വരിക. ആഫ്റ്റർ എ ലോങ് ടൈം നാടൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ത്രില്ലും സന്തോഷവും ഒക്കെ എനിക്കുണ്ട്, ഉണ്ടാക്കുന്നതും കഴിക്കുന്നതിലും. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും കൂടി ഷെയർ ചെയ്യുന്നു ലഞ്ച്. ഇവിടെ പപ്പടം കഴിച്ചുകൊണ്ടിരിക്കുക, ഞാനും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. മുന്നേ ഒരു ടാറ്റ ബൈ ബൈ പറയും. എങ്ങനെ പറയും? അയ്യോ, ടാറ്റ. ഓക്കെ, ഫ്ലൈങ് കിസ്. അയ്യോ, ടച്ച് ആക്കരുത്.